അലയമൺ ഗ്രാമപഞ്ചായത്തിലെ കരുകോൺ ചേറാട്ടുകുഴിയിൽ പുതുതായി പണി കഴിപ്പിച്ച കൃഷിഭവന്റെ ഉദ്ഘാടനം നടത്തി. ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. തിങ്കൾ, ചൊവ്വ, ബുധൻ. ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ. ഇതേ എനിക്കുള്ളതാ. ഫാമിലിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും സ്വന്തമായി സ്ഥലം പഞ്ചായത്ത് മേടിച്ചിട്ടത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഇവിടെ പടുത്തുയർത്തുവാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു റോഡിൽ നിന്ന് കുറച്ച് അകത്തോട്ട് കയറണം എന്നുള്ള ഒരു പരാതി ആരുമൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും നമ്മൾ നല്ല ഒതുങ്ങിയ സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ ഈ സ്ഥാപനം വന്നിരിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ഇച്ചിരി വണ്ടിയിൽ വരേണ്ടി വരും, നടക്കാൻ പറ്റാവുന്നവർക്ക് നടന്നു വരേണ്ടി വരും. കൃഷിഭവൻ്റെ ഒട്ടേറെ പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ ഇവിടെ വരുന്ന ഒരു സാഹചര്യവും കൂടിയാണ്. നമ്മൾ കേരഗ്രാമം പദ്ധതി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ ഞാൻ ചടയമംഗലം എടുത്തു, ഇളമാട് എടുത്തു, അവിടെ വെളിനെല്ലൂർ എടുത്തു, നിലമേൽ പഞ്ചായത്ത് വരെ ഞങ്ങളെടുത്തു, വീണ്ടും കടക്കൽ പഞ്ചായത്തിലെടുത്തു, ഇട്ടിവായിലെടുത്തു. അപ്പം എനിക്ക് തോന്നി അലയമൺ ഒരു ഒതുങ്ങിക്കിടക്കുന്ന നമ്മുടെ ഒരു ചെറിയ പഞ്ചായത്ത് അലയമൺ ഇത്തവണ എടുക്കണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ കൃഷിമന്ത്രി വിളിച്ചിട്ട് ഏത് പഞ്ചായത്ത് ഉൾപ്പെടുത്തണമെന്ന് ചോദിച്ചപ്പോൾ അലയമൺ ഉൾപ്പെടുത്താൻ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ തെങ്ങുകളൊക്കെ പലപ്പോഴും നമുക്ക് നാശനഷ്ടം വന്ന് അത് മുറിച്ച് മാറ്റണമെങ്കിൽ തന്നെ നല്ല തുക കൊടുക്കേണ്ടി വരും. അപ്പം ഞങ്ങൾക്ക് അത് മുറിച്ച് മാറ്റുവാനുള്ള ഫണ്ട് പുതിയ തെങ്ങ് ഉൾപ്പെടെയുള്ളത് നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കുവാൻ വേണ്ടി ആധുനിക രീതിയിലുള്ള പെട്ടെന്ന് ഇതൊക്കെ കായ്ക്കുന്ന തരത്തിലുള്ള തെങ്ങുകൾ ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ സ്കീമുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കീമുകൾ ഇതിനകത്തുണ്ട്. അതൊക്കെ നിങ്ങളുടെ വീടുകളിൽ വളവും വിത്തും ഒക്കെ തരത്തക്ക നിലയിലാണ് നമ്മൾ ആ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതും ഈ അടുത്ത സമയത്ത് നമുക്കതൊക്കെ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന മനാഫ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ മികച്ച സമ്മിശ്ര കർഷകനെ കേരള സ്റ്റേറ്റ് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ആദരിച്ചു. കൊല്ലം കൃഷി ഓഫീസർ പ്രിൻസിപ്പൽ സുനിൽ AJ പദ്ധതി വിശദീകരണം നടത്തി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ സി അംബികാകുമാരി, കെ അനിൽകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മുരളി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ഡാനിയേൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എം മനീഷ്, കെ സുധീർ, അലയമൺ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ജി രാജു, IB ബിന്ദുലേഖ, അമ്പിളി ജി, എസ് ഷൈനി, ജേക്കബ് മാത്യു, പി ശോഭന, ബിനു സി ചാക്കോ, ജെ ഗീത, ജയശ്രീ M, കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ പുഷ്പ ജോസഫ്, അലയമൺ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി R ബിജുകുമാർ, അഞ്ചൽ ADA അൻസി M സലീം, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ M ഹംസ, CPIM AR അസീസ്, CPI P ദിലീപ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് MM സാദിഖ്, BJP വിനിൽ SR, കേരള കോൺഗ്രസ് M ചാണ്ടപിള്ള എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ P ഗീതാകുമാരി നന്ദി പറഞ്ഞു. റിപ്പോർട്ടർ സുനിൽ G, കരവാളൂർ. തിങ്കൾ, ചൊവ്വ, ബുധൻ. ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ. ഇതേ എനിക്കുള്ളതാ. ഫാമിലിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ 365 ദിവസത്തേക്കും എടുത്താലോ എന്നാ. ഞെട്ടിയോ? ഇതുപോലൊന്ന് കണ്ടാൽ ആരും ഞെട്ടും. ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി കളക്ഷൻ, ഇത്തിരി വില. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ.